എല്ലാ പ്രേക്ഷകരെയും ഒത്തിരി സ്നേഹത്തോടെ ഷാലും ടി വിയുടെ ഹെവൻലി മെലഡീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. കുറഞ്ഞ നാൾ കൊണ്ട് തന്നെ ഒരു പിടി സുന്ദരമായ ആത്മാവിൻ്റെ അഭിഷേകമുള്ള ഹൃദയത്തൊടുന്ന ഗാനങ്ങൾ കൊണ്ട് നമ്മുടെയൊക്കെ ഹൃദയങ്ങൾ കീഴടക്കിയ പ്രിയപ്പെട്ട ലിനോ പുത്തൻവീട്ടിൽ അച്ഛനാണ് നമ്മോടൊപ്പം ആയിരിക്കുക. കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ അച്ഛൻ്റെ വളരെ സുന്ദരമായ ഗാനം, കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്ന അച്ഛൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അച്ഛൻ വളരെ സുന്ദരമായിട്ട് വരികൾ എഴുതും. വളരെ അതിൻ്റെ ആ വരികൾക്കൊത്ത ഹൃദയം ആത്മാവ് നഷ്ടപ്പെടാത്ത രീതിയിൽ നല്ല സുന്ദരമായ സംഗീതം നൽകും. അത് സുന്ദരമായിട്ട് ആലപിക്കും. അതുമാത്രമല്ല, അധികം ആർക്കും അങ്ങോട്ട് കൈവയ്ക്കാൻ പറ്റിയിട്ടില്ലാത്ത ഓർക്കസ്ട്രേഷൻ, അതും വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലല്ല, വളരെ വളരെ സുന്ദരമായ, എനിക്ക് തോന്നുന്നത് ഈ ഒരു ട്രെൻഡൊക്കെ അനുസരിച്ച്, ഈ ഒരു ന്യൂജൻ ട്രെൻഡൊക്കെ അനുസരിച്ച് നല്ല ഉഗ്രൻ മെലഡികളൊക്കെ അച്ഛൻ്റെ പാട്ടുകളാണ്. അതിൽ കറുത്തിരണ്ട മുഖമെന്ന് ഈശോയുടെ സുന്ദരമായ പാട്ട്, മറന്നിടല്ലേ, ഈ പാട്ടുകളൊക്കെ അച്ഛൻ്റെ ഹിറ്റായിട്ടുള്ള പാട്ടുകളാണ്. വളരെ ഒത്തിരി ഗാനങ്ങൾ, ഇനിയും ഒത്തിരി പാട്ടുകൾ അച്ഛനിലൂടെ കടന്നു വരട്ടെ എന്ന പ്രാർത്ഥനയോടെ ഒത്തിരി സ്നേഹത്തോടെ ഷാലും ടി വിയുടെ ഈ ഹെവൻലി മെലഡീസിൻ്റെ ഫ്ലോറിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് അച്ഛാ. താങ്ക് യു സോ മച്ച്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛാ. സുഖായിരിക്കുന്നല്ലേ അച്ഛാ? സുഖായിരിക്കുന്നു. അച്ഛാ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു എപ്പിസോഡ് ഒരു പാട്ടോടെ ആരംഭിച്ചാലോ? തീർച്ചയായിട്ടും. ഏത് പാട്ടാ അച്ഛാ? ഞാൻ ഒത്തിരി ആഗ്രഹിച്ചതും ഒത്തിരി ആഗ്രഹിച്ച് എഴുതി ട്യൂൺ ചെയ്തൊരു ഗാനമുണ്ട്. പല പള്ളികളിൽ ഇപ്പോഴും വിവാഹവേളകളിൽ ആലപിക്കുന്നുണ്ട്. അത് കല്യാണപ്പാട്ട് എന്ന പേരിലാണ്. ഞാൻ കോട്ടയത്തൊക്കെ ഒരു കല്യാണത്തിനൊക്കെ പോയപ്പോഴവരൊക്കെ ആലപിക്കുന്നത്. വിവാഹ ആശീർവാദം കഴിഞ്ഞ് ഉടനെ തന്നെ പാടുന്ന ആ പാട്ടാ അല്ലേ? ആശീർവാദം കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ എല്ലാ കർമ്മങ്ങളും കഴിഞ്ഞ് സമാപന ഗാനമായിട്ടും. ഞാൻ ഉദ്ദേശിച്ചത് എൻ്റെ എഴുതുന്ന സമയത്തെ കൊണ്ട് ഒരു ചിത്രം വിവാഹം കഴിഞ്ഞവർ ആശീർവദിച്ചുകൊണ്ട് കൂടെയുള്ള എല്ലാവരും. അപ്പോൾ ഈ ഫോട്ടോ സെഷൻസൊക്കെ നടക്കുമ്പോഴൊക്കെ പാടാൻ ഒരു ഓളം ഉണ്ടാക്കി പാടാൻ പറ്റുന്ന രീതിയിൽ ഉള്ളൊരു പാട്ടും വരികളും എല്ലാം ഓർക്കസ്ട്രേഷൻ അടക്കം അച്ഛൻ്റെ ആണല്ലേ? നമുക്ക് അങ്ങനെ ആ ഒരു പാട്ട് ഇപ്പോൾ കേൾക്കാം. ഒരുക്കിയ ഇണകൾക്കാശംസ, ദൈവഹിതം നിറവേറ്റിയുയർന്നു പറന്നിടുക. വരും സുഖദുഃഖങ്ങളിൽ ഒരു മനമായി കൈകോർത്തിടുവിൻ. വരദാന സുമങ്ങൾ നിറഞ്ഞു കവിഞ്ഞവരായിടുവിൻ. സുന്ദര സുരഭിലമാക്കൂ ഈ ജന്മം. ദൈവമിണക്കിയൊരുക്കിയ ഇണകൾക്കാശംസ, ദൈവഹിതം നിറവേറ്റിയുയർന്നു പറന്നിടുക. വരും സുഖദുഃഖങ്ങളിൽ ഒരു മനമായി കൈകോർത്തിടുവിൻ. വരദാന സുമങ്ങൾ നിറഞ്ഞു കവിഞ്ഞവരായിടുവിൻ. മംഗളസുന്ദര സുരഭിലമാക്കൂ ഈ ജന്മം. വധൂവരന്മാരെ, ദൈവസന്നിധി നിന്നവരെ, വഴിയിൽ പതറാതെ ചുവടുറച്ചു മുന്നേറിടുവിൻ. പെരുമഴ നടുവിൽ ഒരു കുടക്കീഴിൽ നനയാതെന്നും ചേർന്നിടൂ. അവനിലൊരു ചെറു സ്വർഗം തീർത്ത് പുതു സാന്ത്വന സ്പർശനമായിടൂ. സാന്ത്വന സ്പർശമേകിടൂ. ദൈവമിണക്കിയൊരുക്കിയ ഇണകൾക്കാശംസ, ദൈവഹിതം നിറവേറ്റിയുയർന്നു പറന്നിടുക.
വരും സുഖദുഃഖങ്ങളിൽ ഒരു മനമായി കൈകോർത്തിടുവിൻ. വരദാന സുമങ്ങൾ നിറഞ്ഞു കവിഞ്ഞവരായിടുവിൻ. മംഗളസുന്ദര സുരഭിലമാക്കൂ ഈ ജന്മം. തിരുകുടുംബം സദാ വിജയമന്ത്രമാണോർത്തിടൂ. തിരക്കിൻ നടുവിലും സഹജ സ്നേഹം പുലർത്തിടൂ. കനവുകൾ നിനവുകൾ ഒരുമയിൽ കോർത്ത് പൂവണിയാൻ കൃപ നേടിടൂ. സന്താനങ്ങളാൽ അനുഗ്രഹീതരായി ലോകസമക്ഷം പോയിടൂ. ലോകസമക്ഷം പോയിടൂ. ദൈവമിണക്കിയൊരുക്കിയ ഇണകൾക്കാശംസ. ദൈവഹിതം നിറവേറ്റിയുയർന്നു പറന്നിടുക. വരും സുഖദുഃഖങ്ങളിൽ ഒരു മനമായി കൈകോർത്തിടുവിൻ. വരദാന സുമങ്ങൾ നിറഞ്ഞു കവിഞ്ഞവരായിടുവിൻ. മംഗളസുന്ദര സുരഭിലമാക്കൂ ഈ ജന്മം. ദൈവമിണക്കിയൊരുക്കിയ ഇണകൾക്കാശംസ. ദൈവഹിതം നിറവേറ്റിയുയർന്നു പറന്നിടുക. വരും സുഖദുഃഖങ്ങളിൽ ഒരു മനമായി കൈകോർത്തിടുവിൻ. വരദാന സുമങ്ങൾ നിറഞ്ഞു കവിഞ്ഞവരായിടുവിൻ. മംഗളസുന്ദര സുരഭിലമാക്കൂ ഈ ജന്മം. ശ്രീനാച്ച നല്ല എനർജിയുള്ള അടിപൊളി പാട്ട് പറയാതിരിക്കാൻ പറ്റും. പ്രത്യേകിച്ച് നമ്മൾ വിവാഹം കഴിഞ്ഞ് ദമ്പതിമാരിങ്ങനെ പോകുമ്പോൾ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ദേവാലയത്തിലിരിക്കുന്ന എല്ലാവരും മനസ്സുരുക്കി പ്രാർത്ഥിക്കുന്ന നല്ലൊരു ആശംസക്കാണ്. പെരുമഴയത്ത് നനയാതെ ഒരു കുടക്കീഴിൽ ഇതൊക്കെ എങ്ങനെ എഴുതാൻ പറ്റിയതൊക്കെ വെച്ചാൽ മനോഹരമായ ഒരു ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു. ഈ പാട്ട് വന്ന വഴി പലപ്പോഴും ഇങ്ങനെ പലരും എനിക്കിങ്ങനെ മെസ്സേജ് അയക്കും. ഓരോ പാട്ട് ഇറങ്ങുമ്പോഴും വേറൊരു സാഹചര്യത്തിലുള്ള പാട്ടുണ്ടോ എന്നുള്ള അത് അങ്ങനെ അയക്കാറുണ്ട്. അപ്പോൾ പലരും അയച്ചിട്ടുണ്ടായിരുന്നു വിവാഹവേളകളിൽ പാടുന്ന പാട്ടുകൾ കുറവാണെന്നുണ്ട്. ആ സമയത്ത് കുറച്ച് വർഷങ്ങളായല്ലോ. അപ്പോൾ അങ്ങനെയാണ് ചിന്തിച്ചത്. അങ്ങനെ എഴുതിയതിൽ എനിക്ക് ഏറ്റവും സാഹിത്യം ഇഷ്ടപ്പെട്ടൊരു വരിയാണ് അച്ഛനിപ്പോൾ എടുത്തു പറഞ്ഞത്. പെരുമഴ നടുവിൽ. മനോഹരമാണ്, എന്നാലും ആ വഴി വളരെ ഹൃദ്യമാട്ടോ. അതെ, പിന്നെ കുറച്ച് റേഞ്ച് കൂടുതലാണ്. ഇപ്പം ഇപ്പോഴായാലും പാടാൻ കുറച്ച് ബുദ്ധിമുട്ട്, പെട്ടെന്ന് പാടാൻ വൺ ടേക്ക് പാടുക ഇത്തിരി ബുദ്ധിമുട്ടുള്ള പാട്ടാണ്. സാധ്യമായിട്ടത് പാടി. അച്ഛൻ്റെ കോളേജൊക്കെ അനുഭവം. അച്ഛൻ ഒരു ഫ്രീക്കൽ ലുക്കല്ലോ, കൊച്ചച്ഛനാണല്ലോ. അപ്പോൾ കോളേജൊക്കെ അച്ഛൻ തകർത്തിട്ടുണ്ടെന്നാണല്ലോ അല്ലേ? പാട്ടൊക്കെ എനിക്ക് തോന്നുന്നത് കൂടുതലും പാട്ടുകൾ പാടിയൊക്കെ ഒന്ന് വന്നത് അവിടെയാണ് അല്ലേ? കോളേജിൽ ഒത്തിരി. കോളേജ് രസകരമായ എന്തെങ്കിലും അനുഭവം പറയാനുണ്ടോ അച്ഛാ? കോളേജിൽ എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും ഞാൻ പാടുമായിരുന്നു. ഞാനെപ്പോഴും പറയാറുള്ളൊരു ഓർമ്മയുണ്ട്. എൻ്റെ കൂടെ ഒരു 3 സുഹൃത്തുക്കളുണ്ട്. ഒരാളൊരു മുസ്ലിം വിശ്വാസത്തിൽപ്പെട്ടൊരു സുഹൃത്താണ്, പക്ഷേ വേറൊരു ഹൈന്ദവ വിശ്വാസത്തിലുള്ള ഒരാളുണ്ട്. പിന്നെ ഹിന്ദുവും ക്രിസ്ത്യനും ചേർന്നിട്ടുള്ള ഹിന്ദുസ്ഥാനി ഒരുത്തനുണ്ട്. ഞങ്ങൾ 3 പേരും ഒറ്റക്കെട്ടാണ്. ജാതി മതഭേദമന്യേ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ഞങ്ങളുടെ 3 വർഷം. ഞങ്ങൾ 4 പേര് ഒരുമിച്ച്. അപ്പോൾ ഇതിൽ ഈ ബിജിൻ ബെഞ്ചമിൻ എന്ന് പറഞ്ഞിട്ടൊരു ഈ പറഞ്ഞ ഹിന്ദുസ്ഥാനി എന്ന് പറയുന്ന അദ്ദേഹം ഇപ്പോഴും ഗാനമേളകളിലൊക്കെ വൈബ്രൻ്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പല റിയാലിറ്റി ഷോയ്ക്ക് പോയിട്ടുണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ. കൈരളി ടി വിയിൽ സ്റ്റാർ വാർസ് എന്ന് പറഞ്ഞിട്ട് കോളേജ് തലത്തിലുള്ള റിയാലിറ്റി ഷോ മത്സരങ്ങൾക്ക്. അപ്പോഴാണ് പിന്നെ ഇങ്ങനെ ഒരു സ്റ്റുഡിയോ ഒക്കെ അന്ന് കണ്ടതായിട്ടാണ് ഓർമ്മ. വലിയ റിയാലിറ്റി ഷോ ആയിരുന്നു ആദ്യത്തെയൊക്കെ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാനുള്ള വലിയ. പിന്നെ സ്റ്റേജുകളിലൊക്കെ ഒത്തിരി ഗാനമേളകൾക്കൊക്കെ ആ കോളേജിൽ പാടുമായിരുന്നു. ഒരു ദിവസം എനിക്ക് ഓർത്തെടുക്കാൻ പറ്റിയൊരു അനുഭവം, ഞാൻ പലപ്പോഴും ഇങ്ങനെ മാതാവിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ, പ്രസംഗമൊക്കെ പറയുമ്പോൾ ഓർക്കുന്നൊരു അനുഭവമുണ്ട്.
ഞാനും എൻ്റെ ഈ സുഹൃത്ത്, പാട്ടുകാരനായ ഈ പറഞ്ഞ സുഹൃത്ത് കൂടി കോളേജിൽ നിന്നും തൊട്ടടുത്താണ് സെമിനറി, ഒരു 10 minutes വാക്ക്. അപ്പോൾ അറിയാലോ, തലശ്ശേരി ബ്രണ്ണൻ കോളേജ്, പാർട്ടി ഗ്രാമം, എല്ലാ പാർട്ടിക്കാരും സമ്പൽ സമൃദ്ധമായി വളരുന്നൊരിടം. അപ്പോൾ ഏത് പാർട്ടിയാണെന്നൊന്നും പറയുന്നില്ല. അപ്പോൾ കോളേജിലൊരു പ്രത്യേക പാർട്ടി ഉള്ളതുകൊണ്ട് പുറത്തുള്ളവർ കോളേജ് കുട്ടികളെ ഒറ്റയ്ക്ക് കിട്ടിയ പാർട്ടിക്കാരനാണെങ്കിൽ ചെറിയ ദേഷ്യമൊക്കെ കാണിക്കും. അപ്പോൾ ഒരു ഹോസ്റ്റൽ ഡേ പരിപാടി കഴിഞ്ഞിട്ട് 2 മണി സമയത്ത് ഞങ്ങളിങ്ങനെ കോളേജിൽ നിന്നും ഈ സെമിനാരിലേക്ക്, എന്നെ ഈ സുഹൃത്ത് എന്നെ സെമിനാരി വിടാൻ കൂടെ വന്ന. അപ്പോൾ ഈ മെയ് മാസമൊക്കെ ആയിട്ട് ഇങ്ങനെ ഷർട്ടൊക്കെ ഊരി ഇങ്ങനെ വീശി ഒക്കെയാണ് വരുന്നത്. എതിർഭാഗത്ത് നിന്ന് ഒരു പ്രത്യേക പാർട്ടിയിൽ പെടുന്നവർ വടിവാളും കമ്പിയും പാരയും ഇങ്ങനെ കുറേ ഐറ്റംസൊക്കെ ആയിട്ട് 10-15 പേരുണ്ട്. എല്ലാവരും നന്നായിട്ട് മദ്യപിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അവരെതിരെ വരുന്നുണ്ട്. അപ്പം ഞങ്ങളെ കണ്ടിട്ട് അവനെ പൊതിരെ തല്ലാൻ തുടങ്ങി, ഷർട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട്. തല്ലുക എന്നാണ് ഞങ്ങളവിടെ പറയുക. മതിലിനോട് ചേർത്ത് പ്രഹരിക്കാൻ തുടങ്ങി. നല്ല തല്ലുക മതി, നല്ല ഭാഷയിൽ. അപ്പോൾ ഞാൻ ലിറ്ററലി കാൽ പിടിക്കുക നമ്മൾ പറയല്ല, അതിൻ്റെ അങ്ങേയറ്റം അവരുടെ. പക്ഷെ ഇവർക്ക് മദ്യപിച്ചിരിക്കുന്നവർക്ക് ഇതൊന്നും മനസ്സിലാകില്ല. പക്ഷേ ഞാൻ പറയട്ടെ, ഞാൻ കഴുത്തിൽ നിന്ന് ജപമാല ഇങ്ങനെ എടുത്ത് കാണിച്ചു. ആ മാത്രയിൽ ഒരു അരമണിക്കൂർ നേരത്തെ സംഘർഷത്തിന് ശേഷം അവർ അപ്പോഴും തന്നെ അവനെ വിട്ടു. അങ്ങനെ ഞങ്ങൾ സെമിനാരിയിൽ കയറി അവനെ താമസിപ്പിക്കേണ്ടി വന്നു എനിക്ക്. പിറ്റേ ദിവസമാണ് അവൻ പോയത്. കാരണം തിരിച്ചു വരാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു അവിടെ ആ സമയത്ത് ബോധമില്ലാതെ എന്തെങ്കിലും ചെയ്തിട്ട് ഇന്ന് ഞങ്ങൾ രക്തസാക്ഷികളായിരുന്നു എതിർ പാർട്ടിയുടെ. അപ്പം അങ്ങനെയുള്ള നല്ല അനുഭവങ്ങളൊക്കെ കോളേജിൽ. നമുക്ക് പ്രത്യേകിച്ച് അമ്മയുടെ സംരക്ഷണം, പ്രത്യേകിച്ച് പൗരോഹിത്യം, നമ്മൾ ആ ഒരു ശുശ്രൂഷയോട് പോകുമ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നമുക്കൊരു കരം പിടിച്ചൊരു അമ്മയുടെ സാന്നിധ്യം, അത് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കണം. അച്ഛൻ്റെ വരികൾ തന്നെയാണ് സംഗീതമൊക്കെ കൊടുത്തല്ലേ, നല്ലതായിരുന്നു. അച്ഛന് പരിശുദ്ധ അമ്മയുടെ സ്നേഹം മുഴുവൻ ആ വരികളുണ്ട്. അച്ഛൻ രസകരമായിരുന്നു കേട്ടോ കോളേജ് അനുഭവമൊക്കെ. ഏതായാലും ഒത്തിരി അവസരങ്ങളൊക്കെ കോളേജ് കാലം തൊട്ട് തന്നെ അച്ഛന് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആ സിദ്ധി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. അച്ഛൻ നമുക്ക് അങ്ങനെയാണെങ്കിൽ അടുത്തൊരു പാട്ടിലേക്ക് പോയല്ലോ അച്ഛൻ. തീർച്ചയായിട്ടും അടുത്തൊരു പാട്ട്. നേരത്തെ പിന്നെ അച്ഛനൊരു എപ്പിസോഡിൽ പാടിയല്ലോ വിവാഹപ്പാട്ട്. അങ്ങനെയാണ് എനിക്ക് പെട്ടെന്ന് വിവാഹഗാനം. പിന്നെ അച്ഛൻ്റെ മെലഡീസ് കേട്ട് ഒരു മെലഡി, എപ്പോഴും സെൻറ്റിമെൻറ്റ്സ് ആണ് കുറേ എപ്പിസോഡുകളൊക്കെ നമ്മൾ പാടി. അപ്പം ഒരു മെലഡിയാക്കാം. നമുക്ക് അങ്ങനെയാണെങ്കിൽ ആ പാട്ട് കേട്ടിട്ട് അതിൻ്റെ വിശേഷത്തിലേക്ക് വരാം. ആണിപ്പഴുതുകളലങ്കരിച്ചിടുവാൻ ആനാഥനന്നു മനസാ, ആദാമിനന്നു വന്നതാം പിഴകളിൽ ആനാഥനിന്നു രക്ഷയാ. ആണിപ്പഴുതുകളലങ്കരിച്ചിടുവാൻ ആനാഥനന്നു മനസാ, ആദാമിനന്നു വന്നതാം പിഴകളിൽ ആനാഥനിന്നു രക്ഷയാ. അറിവാലെ വന്നതാമൻ പിഴ പൊറുക്കു, അറിയാതെ വഴികളിൽ അനുഗമിക്കൂ, അകതാരിൽ എന്നെ മറയ്ക്കൂ, അവിരാമം എന്നെ നയിക്കൂ. അലിവേക്കുവാൻ വെമ്പുന്നൊരാ എൻ ദൈവമേ സ്നേഹമേ, അനുതാപകൃപയേക്കണേ. അലിവേക്കുവാൻ വെമ്പുന്നൊരാ എൻ ദൈവമേ സ്നേഹമേ, അനുതാപകൃപയേക്കണേ. ആപ
ആപത്തിൽ മാത്രം അങ്ങേ തേടുന്ന ആമായ ലോകത്തിലാഴ്ന്നു ഞാൻ. ആപത്തിൽ മാത്രം അങ്ങേ തേടുന്ന ആമായ ലോകത്തിലാഴ്ന്നു ഞാൻ. ആ പാതയിൽ എൻ പാദങ്ങൾ ചേർത്തിടുവാനായി നിൽപ്പൂ. അനുവാദമേകീടണേ. ആ പാതയിൽ എൻ പാദങ്ങൾ ചേർത്തിടുവാനായി നിൽപ്പൂ. അനുവാദമേകീടണേ. ആ നിത്യജീവൻ എന്നും കണ്ടുണരാൻ ആനന്ദമാഘോഷമാക്കിടാനാ. ആ നിത്യജീവൻ എന്നും കണ്ടുണരാൻ ആനന്ദമാഘോഷമാക്കിടാനായി ആണിപ്പഴുതുകളലങ്കരിച്ചിടുവാൻ ആനാഥനന്നു മനസാ. ആദാമിനന്നു വന്നതാം പിഴകളിൽ ആനാഥനിന്നു രക്ഷയാ. അറിവാലെ വന്നതാമൻ പിഴ പൊറുക്കു. അറിയാതെ വഴികളിൽ അനുഗമിക്കൂ. അകതാരിൽ എന്നെ മറയ്ക്കൂ. അവിരാമം എന്നെ നയിക്കൂ. ലിനോച്ച വളരെ വളരെ സുന്ദരമായ ഒരു ഗാനം. അച്ഛൻ്റെ പാട്ടുകളുടെയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പുതുമയുണ്ട്. ഇതൊരു വ്യത്യസ്ത ഒരു ട്യൂണാണ് കേട്ടോ. നല്ലൊരു മെലഡി, വരികൾ, ഇതെല്ലാം ഇതിൻ്റെ പിന്നിൽ അച്ഛൻ തന്നെയല്ലേ? വരികളും എല്ലാം ഓർക്കസ്ട്രേഷൻ. ഇതിൻ്റെ പിന്നിലൊരു ഇൻസ്പിറേഷൻ കൂടി ഉണ്ട്, ജിനോ കുന്നംപുറത്ത്. കാരണം എങ്ങനെയാണ് ഇതിൻ്റെ പിന്നിലെ കാര്യങ്ങളൊക്കെ? ഈ പാട്ടിന് ജിനോ ചേട്ടൻ എന്നെ വിളിച്ചിട്ട് ഒരു ലിറിക്ക് എഴുതി തരുമെന്ന് ചോദിച്ചു. ഒരു പാട്ട് എഴുതി തരുമെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ പുള്ളിക്ക് ലിറിക്സ് ആയിരുന്നു എൻ്റെ മുന്നേ പാട്ടുകളുടെയൊക്കെ ഇഷ്ടമായി എന്നുള്ള രീതിയിൽ ചോദിച്ചാണ്. ലിറിക്സ് എഴുതി കൊടുത്തു. അപ്പം ലിറിക്സ് ഒക്കെ ആയിരുന്നു ചേട്ടൻ. അപ്പോൾ എന്നോട് ചോദിച്ചു, അച്ഛനിത് എഴുതുമ്പോൾ ഒരു ട്യൂണ് മനസ്സിൽ കണ്ടിട്ടുണ്ടാവില്ലെന്ന് ചോദിച്ചു. രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാല് എന്ന് പറഞ്ഞ പോലെ എനിക്ക് ലിറിക്സിനേക്കാളും മുൻപ് ട്യൂണാണല്ലോ, ട്യൂണിലേക്കാണല്ലോ ലിറിക്സ് പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓഫ് കോഴ്സ് ട്യൂൺ കണ്ടിട്ടുണ്ട്, അതൊന്ന് അയക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അയച്ചു കൊടുത്തപ്പം ഒറ്റയടിക്ക് പുള്ളിക്ക് ഇഷ്ടമായി. ഏതൊക്കെ ഒരു സിനിമ പാട്ടിൻ്റെയൊക്കെ ഒരു ഫീൽ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ ആണെങ്കിൽ എടുക്കുക. ഞാൻ സിനിമ പാട്ടൊന്നും കേട്ട് ചെയ്തതല്ല, ഒരു പുതിയൊരു മൂഡ് വന്നപ്പോൾ അങ്ങോട്ട് ചെയ്തതാണ്. അത് ചേട്ടൻ എടുത്തു. അങ്ങനെ നന്നായിട്ടൊക്കെ ഇറക്കി. അതൊരു ഡാർവിൻ എന്ന് പറഞ്ഞൊരു സഹോദരനാണ് പാടിയത്. ഇതിൻ്റെ ഓർക്കസ്ട്രേഷൻ ഞാനല്ല, നിഹിൽ ജിമ്മിയാണ് ചെയ്തത്. ഭംഗിയായിട്ടുണ്ട്, നല്ല രസമായിട്ടുണ്ട്, അടിപൊളിയായിട്ടത് അച്ഛൻ നന്നായിട്ട് പാടുകയും ചെയ്തത്. അച്ഛനിപ്പോൾ കൂടുതലും പാട്ട് എഴുതുമ്പോൾ ആദ്യം സംഗീതമാണ് അത് മനസ്സിലേക്ക് വരുന്നത്, വരികളാണോ? ഇപ്പോൾ ഒരു ആൾ ആവശ്യപ്പെട്ട് കഴിയുമ്പോൾ ആദ്യം പശ്ചാത്തലം തന്നെ ഓർക്കും, വരികൾ തന്നെയാണ് ഓർക്കുക. പക്ഷേ ഒരു വരി കണ്ടിട്ട് ആ പശ്ചാത്തലത്തിന് പറ്റുന്നൊരു വരി മനസ്സിൽ വെച്ചിട്ട് അതിനൊരു ട്യൂണം കൊടുക്കും. പിന്നെ ആ ട്യൂണിൻ്റെ ചുവട് പിടിച്ച് ബാക്കി വരികൾ എഴുതുന്നുള്ളതാണ്. നേരെ ഒന്ന് കൂടുതൽ അറിയാൻ വേണ്ടി ചോദിക്കുന്നത്. അതിനുവേണ്ടി ഇപ്പോൾ അച്ഛനോട് ഇപ്പോൾ ഒരാൾ ഒരു പാട്ട് ഇന്നത് വേണം, റെഡിയാക്കണം. ഇപ്പം തന്നെ ജിനോ ചേട്ടൻ്റെ കാര്യം പറഞ്ഞല്ലോ, അതുപോലെ അച്ഛൻ അതിനുവേണ്ടി അതിനൊരു മൂഡ് കിട്ടണ്ടേ? അതിനുവേണ്ടി എന്താ ചെയ്യുക എന്ന് പറഞ്ഞൊരു യാത്ര പോവുക, അതോ ഒരു മുറിയിലേക്ക് തന്നെയാണോ പോകുന്നത്, അതോ പ്രകൃതിയിലേക്കാണോ, എങ്ങനെയാണ്? ഇല്ല, മുറിയിലേക്കുമല്ല പ്രകൃതിയിലേക്കുമല്ല. മുറിയിൽ അങ്ങനെ സ്റ്റിക്ക് ടു ദ ടേബിൾ എന്നുള്ളത് എൻ്റെ ഒരു ലൈഫിലുള്ളതല്ല. എനിക്കങ്ങനെ അധികം നേരം ടേബിളിൽ ഇരുന്ന് കുത്തിയിരുന്ന് എഴുതാനൊന്നും പറ്റില്ല. ഞാൻ പല നേരങ്ങളിൽ വണ്ടി ഓടിച്ച് പോകുമ്പോഴാണ് കൂടുതൽ പാട്ടുകൾ കേൾക്കുക. അപ്പോഴ് തന്നെ എന്തെങ്കിലും ട്യൂണ് വന്നു കഴിഞ്ഞാൽ ഞാനത് അപ്പോഴ് തന്നെ വോയിസ് നോട്ട് എൻ്റെ നമ്പറിലേക്ക് തന്നെ ഞാൻ പാടിയിടും.
അങ്ങനെ ഒരു 1000കണക്കിന് ട്യൂൺ ഇതിൻ്റെ അകത്തുണ്ടാകാം. അപ്പോൾ അത് എപ്പോഴെങ്കിലും ഡെവലപ്പ് ചെയ്യാൻ ഒരു മൂഡ് വന്ന് അത് കേട്ട് പിന്നെ എഴുതി അങ്ങനെയൊക്കെ ആയിട്ടാണ് പോവുക. എന്തായാലും ഒരു കാര്യം ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, അത് എത്രമാത്രം വിജയിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, ഞാൻ അതൊരിക്കലും ക്ലെയിം ചെയ്യുന്നില്ല. പക്ഷേ ഒരു പാട്ടോ എഴുത്തോ സംഗീതമോ ചെയ്യുമ്പോൾ അതിനൊരു പുതുമയും ഒരു ഇത്തിരി വികാരം ഉണ്ടാക്കണം. ചുമ്മാ ഒരു ക്ലീഷേ ഒരു ട്യൂൺ ഉണ്ടാക്കിയിട്ട് ഒരു ഓർക്കസ്ട്രേഷൻ ചുമ്മാ ഇങ്ങനെയുള്ളതും ചെയ്തിട്ട് ഒരു പുതുമ വേണം. ഇറങ്ങുന്ന എല്ലാ പാട്ടുകളുടെ കൂടെ അങ്ങ് ഒതുങ്ങി അങ്ങ് പോകും. അപ്പം പാട്ടുകളെല്ലാം ഹിറ്റായിട്ടുണ്ടെന്നല്ല, പക്ഷേ എന്തായാലും എൻ്റെ ഒരു മനസ്സിന് സംതൃപ്തി കിട്ടുന്ന രീതിയിൽ ചെയ്യാറുണ്ട്. അച്ഛൻ്റെ പാട്ടുകൾക്ക് അച്ഛൻ്റെ ഒരു ടച്ച് ഉണ്ട്. അച്ഛാ ഈ പ്രത്യേകിച്ച് നമുക്ക് ഈ കുട്ടികൾക്ക് നമുക്ക് കാറ്റഗറീസൊക്കെ കൊടുക്കുമ്പോൾ ആ ഫീൽഡിൽ ഇൻറ്റൻസീവ് കോഴ്സ് അത് റിലേറ്റഡ് ആയിട്ട് പാട്ടുകൾ ഇറക്കാൻ പറ്റുമല്ലോ ഒത്തിരി, അങ്ങനെ വല്ലതും ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? കാരണം കുറേ പാട്ടുകൾ ഇപ്പോഴും എനിക്ക് തോന്നുന്നത് ഇപ്പോഴും ഓരോ രൂപതയെ ഇറക്കുന്നുണ്ട്, എന്നാലും പഴയ കുറേ ഹിറ്റുകളൊക്കെ തന്നെ വീണ്ടും വീണ്ടും ഓരോ വർഷവും അവിടെ ഇൻറ്റൻസീവ് കോഴ്സ് വിശ്വാസോത്സവം എങ്ങനെയാണത് അറിയപ്പെടുക? വിശ്വാസോത്സവം തന്നെയാണ്, വചന ജ്യോതിസ് എന്നാണ്. അതിൽ എനിക്ക് തോന്നുന്നു അച്ഛൻ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ചെയ്തിട്ടുണ്ടോ? അതിന് ഈ ഞങ്ങൾക്ക് കേരള 12 ലത്തീൻ രൂപതകളുണ്ടല്ലോ, എല്ലാത്തിനും ഒരുമിച്ച് ഒരൊറ്റ സ്ക്രിപ്റ്റാണ് ഈ വചന ജ്യോതിസിന്. അത് KRLCC വൈസായിട്ട് തരുന്നതാണ്. അപ്പോൾ അതിൽ പാട്ടുകളുണ്ട്, കളികളുണ്ട്. അതിൽ ഈ വർഷത്തെ ഒരു പാട്ട് ഞാനാണ് പാടിയത് കുട്ടികൾക്ക് വേണ്ട. വാച്ച ഒത്തിരി നമ്മുടെ ഈ എപ്പിസോഡ് ഇവിടെ തിരികെയാണ്. ഒത്തിരി സന്തോഷം വെച്ചാൽ വളരെ വളരെ ഹൃദയം നിറഞ്ഞ ഒരു സന്തോഷവും സ്നേഹവും നന്ദിയൊക്കെ ശാലം ടിയുടെ പേരിൽ അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് അച്ഛൻ്റെ പാട്ടുകൾ ഉള്ളിലൊക്കെ നമ്മൾ ഒത്തിരി കേൾക്കുന്നതാണെങ്കിൽ നേരിട്ട് കാണാനും പരിചയപ്പെടാനൊക്കെ പറ്റി ഭയങ്കര ഉള്ളറിഞ്ഞൊരു സന്തോഷം. അച്ഛന് തമ്പുരാൻ നൽകിയിരിക്കുന്ന സിദ്ധി അത് വളരെ വലുതാണ്. എനിക്ക് തോന്നുന്നത് ആ തിരക്കൾക്കിടയിലും വലിയ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. കാറ്റഗീസോ ഉണ്ട്, വൈസ് റെക്ടറാണ്. വൈസ് റെക്ടർ അത് ഇതുവരെ അത് പറഞ്ഞില്ല, ഞാൻ കുറച്ച് മുമ്പ് ചോദിച്ചപ്പോഴത് കിട്ടില്ല. അപ്പോൾ ഫോർമേഷൻ ഫീൽഡിലും ഒരു എനിക്ക് തോന്നുന്ന ഒരു പകലിൻ്റെ നല്ല ഒരു അധ്വാനം അച്ഛനുണ്ട്. പക്ഷെ അതിനിടയ്ക്കും ദൈവം നൽകിയിരിക്കുന്ന ഈ ഒരു പ്രത്യേക അഭിഷേകം അത് ഗാന ശുശ്രൂഷയിലൂടെയാണ്. എല്ലാവർക്കും അത് പറ്റുന്നതല്ല. വോക്കലായിക്കോട്ടെ, ലിറിക്സ് ആയിക്കോട്ടെ, സംഗീതം ആയിക്കോട്ടെ, ഓർക്കസ്ട്രേഷൻ ആയിക്കോട്ടെ, അതിൻ്റെ വിഷ്വലായിക്കോട്ടെ, എഡിറ്റിംഗ് ആയിക്കോട്ടെ, അത്ര എളുപ്പമുള്ള കാര്യമല്ല. അച്ഛനതെല്ലാം അത് വളരെ ഈസി ആയിട്ട് ചെറുതായിട്ടല്ല, അതിലൊക്കെ ഒരു പൂർണ്ണതയുണ്ട്. ഒത്തിരി ഒത്തിരി ശുശ്രൂഷകൾ അച്ഛനിലൂടെ ഇനിയും കാണാനായിട്ട് ഇടവരട്ടെ. ഒന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഉള്ളറിഞ്ഞ ആശംസകൾ നേരുകയും ചെയ്യാണ് അച്ഛാ. ഒത്തിരി നന്ദി അച്ഛാ. നന്ദി പറഞ്ഞങ്ങനെ എഴുന്നേറ്റ് പോയാൽ ശരിയാകില്ല, ഒരു പാട്ട് പാടിയിട്ട് പോയാൽ മതി. ഉറപ്പായിട്ടുള്ളൂ. നമുക്ക് അങ്ങനെയാണെങ്കിൽ ആ ഒരു ഗാനത്തോടെ ഈ എപ്പിസോഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് എൻ്റെ പ്രൊവിൻസിൽ തന്നെയുള്ള സോജു തെക്കിനേത്ത് എന്ന് പറഞ്ഞ അച്ഛനുണ്ട്. അച്ഛൻ അമേരിക്കയിലാണ് ശുശ്രൂഷയാണ്. അച്ഛൻ്റെ ഒരു കാഴ്ചവെപ്പിൻ്റെ ഒരു ഗാനമാണ്. മനോഹരമായിട്ടുള്ള വരികളാണ് ഡെന്നി ഡെൻസില സംഗീതം നൽകിയിരിക്കുന്നത്. ആ ഒരു ഗാനം ഇപ്പോൾ ആലപിക്കാം. കാഴ്ചകളേകാം താഴ്മയോടെ തിരുസന്നിധിയിൽ വന്നു ഞാൻ. കാഴ്ചകളേകാം താഴ്മയോടെ തിരുസന്നിധിയിൽ വന്നു ഞാൻ. നൈവേദ്യമാകാം ഈ വേളയിൽ നാഥനേകും തിരുബലി. നൈവേദ്യമാകാം വേളയിൽ നാഥനേകും തിരുബലി. സ്വീകരിക്കണമേ യേശുനാഥ, ആദരവോടെയും കാഴ്ചകളെ ആശീർവദിക്കുമോ നമ്മോടെ. ആപാദിച്ചാലേ നാരണയ ആശീർവദിക്കുമോ നമ്മോടെ. മനസ്സിലുയരുന്ന കാഴ്ചയല്ലോ എൻ പ്രാർത്ഥനകൾ.
അർച്ചനയായി തിരുമുൻപിൽ ഞാൻ ഏകിടുമേ. മനസ്സിലുയരുന്ന കാഴ്ചയല്ലോ എൻ പ്രാർത്ഥനകൾ, അർച്ചനയായി തിരുമുൻപിൽ ഞാൻ ഏകിടുമേ. നീറുന്ന ജീവിതയാതനകൾ നൽകുന്നു ഞാനെന്നും ആശയോടെ, ആശ്വാസമേകൂ ആത്മനാഥ നീ സദയം. നീറുന്ന ജീവിതയാതനകൾ നൽകുന്നു ഞാനെന്നും ആശയോടെ, ആശ്വാസമേകൂ ആത്മനാഥ നീ സദയം. സ്വീകരിക്കണമേ യേശുനാഥ ആദരവോടെയും കാഴ്ചകളെ, ആശീർവദിമോദമോടെ ആപ്പാലിച്ചാലേ ഞാനണയ. ആശീർവദിമോദമോടെ ആപ്പാലിച്ചാലേ ഞാനണയ. നിനക്കായുയരുന്ന കാഴ്ചയല്ലോ ബലിവേദിയിൽ, മോചനം നൽകിയ യാഗമല്ലോ ഓർമ്മകളിൽ. നിനക്കായുയരുന്ന കാഴ്ചയല്ലോ ബലിവേദിയിൽ, മോചനം നൽകിയ യാഗമല്ലോ ഓർമ്മകളിൽ. സ്നേഹത്തിൻ ദൂതുമായി വന്നു നീ, സ്നേഹിതർക്കായി സ്വയമേകി നീ. സ്നേഹാദ്രമാകും ജീവനേകാൻ നീ അണയൂ. സ്നേഹത്തിൻ ദൂതുമായി വന്നു നീ, സ്നേഹിതർക്കായി സ്വയമേകി നീ. സ്നേഹാദ്രമാകും ജീവനേകാൻ നീ അണയൂ. കുരിശു തറച്ച അങ്ങനെ വിളിക്കാറുണ്ടോ? അങ്ങനെ വിളിക്കാം. ഞങ്ങളുടെ എൻ്റെ ബാച്ചിൽ 2 വിപിനുണ്ട്. അപ്പോൾ അവനെ വിപിനച്ഛൻ വിപിൻ എന്ന് വിളിക്കും, എന്നെ കുരിശെന്ന് വിളിക്കണം. കുരിശെന്നാണ്. എനിക്ക് കുരിശെന്ന് വിളിക്കാൻ തോന്നിയില്ല, അതുകൊണ്ടാണ് കൂടുതൽ നേരം ഇരുന്ന് തോന്നുന്നു. ബാച്ചുകാരങ്ങനെ വിളിക്കാറുള്ളൂ കേട്ടോ. എന്തായാലും ഒത്തിരി സന്തോഷം. നല്ല ഗാനം. കാഴ്ചവെപ്പിന് ശരിക്കും ഒരു പെരുന്നാളിനൊക്കെ ഇങ്ങനെ കുറേ പേര് അണിനിരുന്ന് നമ്മൾക്ക് ലാറ്റിൻ കുർബാന ഇങ്ങനെ കാഴ്ച നിരനിരയായി പോകുമല്ലോ. ആ ഒരു കോറസ് അല്ലെങ്കിൽ കൊയർ ഭയങ്കരമാണ്. അതെ, നമ്മുടെയൊക്കെ അവിടെ പരിഹാരത്തൊക്കെ നല്ല കൊയർ. പ്രിയമുള്ളവരെ, ഈ എപ്പിസോഡ് ഇവിടെ തിരികെയാണ്. ഈ എപ്പിസോഡ് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ലിനോ അച്ഛൻ്റെ പാട്ടുകളും വിശേഷങ്ങളും നമ്മളെല്ലാവർക്കും അത്രമാത്രം ഹൃദ്യമായിരുന്നു, എനിക്ക് ഉറപ്പാണ്. വരുന്ന എപ്പിസോഡിൽ നമുക്ക് കൂടുതൽ ഗാനങ്ങളും കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വരാം. ഒത്തിരി സ്നേഹത്തോടെ ഏവർക്കും ശാലോം ടിവിയുടെ ഹെവൻലി മെലഡീസിൻ്റെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി. കാഴ്ചകളേകാം താഴ്മയോടെ തിരുസന്നിധിയിൽ വന്നു ഞാൻ. കാഴ്ചകളേകാം താഴ്മയോടെ തിരുസന്നിധിയിൽ വന്നു ഞാൻ. നൈവേദ്യമാകാം ഈ വേളയിൽ നാഥനേകും